കാസർഗോഡ് ചെറുവത്തൂരിൽ അവിടെ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണ സംഭവത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ രംഗത്ത് വരികയാണ് ജില്ലാ കളക്ടർ തന്നെ. മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുമാണ് കളക്ടർ കെ ഇമ്പശേഖർ കുറ്റപ്പെടുത്തുന്നത്. അതിനിടെ ദേശീയപാതയിലൂടെ ഗതാഗതം 2 ദിവസത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. 25ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായും വന്നു. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അവർ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയാണ്. അകത്തെ ആരും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 5 JCB ഇവിടെ വർക്കിംഗ് ആണ്. അപ്പോൾ കൂടുതൽ JCBകൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് മണ്ണ് മാറ്റി റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇന്നലെയാണ് വീരമലക്കുന്നിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഭാഗ്യമാണ് വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. CK വിജയൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. CK, ഹൈവേകളിലെ അപകടങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ പാലങ്ങൾ, സൈഡ് ഭാഗങ്ങൾ തകരുന്നു, അങ്ങനെ നിരവധി അപകട വാർത്തകൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വീരമലക്കുന്നിടിഞ്ഞ് വീണതാണ്. ഡ്രൈവർ, യാത്രക്കാരിയുടെ പ്രതികരണം നമ്മൾ പ്രധാന വാർത്തകളിൽ കേട്ടതാണ്. അവർ ഭാഗ്യം കൊണ്ടാണ് അവരും രക്ഷപ്പെടുന്നത്. എത്ര ഏരിയയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? അത് നീക്കം ചെയ്യാൻ എത്ര സമയമെടുക്കും? സാധാരണഗതിയിൽ അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തന്നെ ഏറെ സമയമെടുക്കുന്ന സ്ഥിതിയാണോ? തീർച്ചയായും അതെ ദിവീഷ്. വീരമലക്കുന്ന് എന്ന് പറയുന്നത് ഒരു ചെറിയ കുന്നല്ല. നമുക്കതൊരു നിസ്സാരമായ ലാൻഡ്സ്കേപ്പായി കാണാനും കഴിയില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ, അതായത് ഡച്ചുകാരുടെ ഒരു താവളമായി തന്നെ ഈ കുന്നിനെ അവർ ഉപയോഗപ്പെടുത്തിയതാണ്. മാത്രമല്ല, വനംവകുപ്പിൻ്റെ കീഴിലുള്ള ഈ കുന്ന് ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ജലസംഭരണി എന്നുകൂടി പറയാവുന്ന രീതിയിലാണുള്ളത്. അതിൻ്റെ അരികുകളിലൂടെ എപ്പോഴും വേനൽക്കാലത്ത് പോലും വെള്ളം ഒഴിച്ച് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റത്തെ പരിസ്ഥിതി പ്രാധാന്യവും അതോടൊപ്പം തന്നെ ഉറപ്പ് പ്രകാരം അങ്ങേയറ്റം ദുർബലമായ ഒരു കുന്നാണ് മണ്ണിൻ്റെ ഘടന വെച്ച് പരിശോധിക്കുമ്പോൾ ഉള്ളത്. ആ കുന്നാണ് ഈ ദേശീയപാത അതോറിറ്റിക്കാർ ഏറ്റവും സ്റ്റീപ്പായി തന്നെ കുഴിച്ചു മാറ്റുകയും അങ്ങനെ റോഡ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ നമുക്ക് സംശയിക്കാവുന്നത് ആ മണ്ണ് കണ്ടിട്ടാണ് അതിലൂടെ റോഡ് അലൈൻമെൻറ്റ് ചെയ്തത് എന്ന് പോലും പലർക്കും സംശയമുണ്ട്. പല പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ സംശയം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതിൽ പ്രശ്നങ്ങളുണ്ട് എന്നും ഇത് തട്ടായി വേണം ഇതിന് മണ്ണിടിക്കാൻ എന്ന് കലക്ടർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ദേശീയപാത അതോറിറ്റിക്കാർ ആ കാര്യം പരിഗണിച്ചതേയില്ല. അതാണ് അടിസ്ഥാനപരമായി ഈ മണ്ണിടിയാനുള്ള കാരണം. ഏറ്റവും ചെങ്കുത്തായി അല്ലെങ്കിൽ കുത്തനെയായി മണ്ണിടിച്ചിരിക്കുന്നു. അതിൻ്റെ മുകൾ ഭാഗം വലിയ ജലസംഭരണിയായി പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ അതിൽ മണ്ണിനകത്ത് ജലം സംഭരിക്കപ്പെടുന്ന മണ്ണാണ്, ആ സ്വഭാവമാണ് ആ മണ്ണിനുള്ളത്. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ റോഡ് നിർമ്മിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഇതിൻ്റെ കാരണമായി പറയുന്നത്.